ആലപ്പുഴ സുഭദ്ര കൊലപാതക കേസിൽ ഒന്നാം പ്രതി ശർമിള, രണ്ടാം പ്രതി മാത്യൂസ് എന്നിവരെ 8 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ ഇന്ന് തന്നെ കൊലപാതകം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. മനീഷ്, എപ്പോഴായിരിക്കും തെളിവെടുപ്പ്? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണുഗോപാലകൃഷ്ണൻ, നിലവിൽ ഇവരെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചിട്ടില്ല. പിന്നീട് മണ്ണഞ്ചേരി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ നിന്ന് ഫോറൻസിക് സംഘം ഇനി രാമങ്കരിയിൽ നിന്ന് കൂടി എത്താനുണ്ട്. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ഫോറൻസിക് സംഘം അവിടെയാണ്. ഫോറൻസിക് സംഘവുമായിട്ടായിരിക്കും ഈ കൃത്യം നടന്നിട്ടുള്ള ആലപ്പുഴ കലവൂർ കോർത്തശ്ശേരിയിലെ മാത്യൂസ് വാടകയ്ക്ക് താമസിച്ച വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ഏകദേശം 12:30 തന്നെ എത്തിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനുശേഷം വൈകിട്ടോടു കൂടി ഇവർ പിന്നീട് ഒളിവിൽ താമസിച്ച ഉടുപ്പിയിൽ അവിടെയാണ് സ്വർണം വിറ്റത്. അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ടും പ്രതികൾ ഒളിവിൽ താമസിച്ച സ്ഥലം എന്ന രീതിയിൽ ഉടുപ്പിയിലേക്ക് ഇന്ന് രാത്രി തന്നെ അന്വേഷണ സംഘം പുറപ്പെടും. പിന്നീട് മടങ്ങി വന്ന ശേഷം നാളെ എറണാകുളത്ത് ഇവർ ഒളിവിൽ താമസിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ, പിന്നീട് ആലപ്പുഴയിൽ ജ്വല്ലറിയിൽ ഇവർ സ്വർണം വിറ്റ സ്ഥലങ്ങളിൽ അങ്ങനെ തെളിവെടുപ്പ് ആണ് പോലീസ് സംഘം ആലോചിക്കുന്നത്. ഏറ്റവും പ്രധാനമായും അന്വേഷണ സംഘത്തിന് ആവശ്യമുള്ളത് ഈ തെളിവെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇവർ ആയുധം ഉപയോഗിക്കാതെയാണ് ഈ കൃത്യം നടത്തിയതെന്നാണ്. ഷാൾ ഉപയോഗിച്ചുകൊണ്ട് സുഭദ്ര, അതായത് കൊല ചെയ്യപ്പെട്ട സുഭദ്രയുടെ കഴുത്ത് മുറുക്കിയാണ് കൊല ചെയ്തത്. അതിലുപയോഗിച്ച ഷാൾ, ഒപ്പം തന്നെ സുഭദ്രയുടെ നെഞ്ചിൽ ചവിട്ടിയ സമയത്ത് വായിൽ നിന്നും രക്തം വന്നിരുന്നു എന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ വന്ന രക്തത്തിൻ്റെ കറ പുരണ്ട വസ്ത്രങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സുഭദ്രയുടെ മൊബൈൽ ഫോൺ അരൂർ പാലത്തിൽ നിന്നും പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ മൊബൈൽ ഫോൺ, ഈ വസ്ത്രങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ തെളിവ് ശേഖരണ ഭാഗമായി പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രതികളുടെ കൂടെ സാന്നിധ്യത്തിലായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് സംഘം കടക്കുക. ഇനി മൂന്നാം പ്രതി റെയ്നോൾഡാണ് ഈ കൃത്യത്തിൽ ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് സുഭദ്രയ്ക്ക് ഉറക്ക ഗുളിക അമിതമായി എത്തിച്ച് നൽകിയ റെയ്നോൾഡാണ്. റെയ്നോൾഡിനെ നിലവിൽ കോടതിയിൽ എത്തിച്ചിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. റെയ്നോൾഡിന് വേണ്ടിയിട്ട് പിന്നീടായിരിക്കും അന്വേഷണ സംഘം ഇവരെ പിന്നീട് റിമാൻഡിലാക്കിയ ശേഷമായിരിക്കും അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ കൊടുക്കുക. നിലവിൽ പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷക നാഗേശ്വരമാണ് ഹാജരായിട്ടുള്ളത്. ഇന്ന് ഏകദേശം 12 മണി കഴിഞ്ഞിട്ട് കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് എത്തിക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. വേണുഗോപാലകൃഷ്ണൻ. ശരി, സുഭദ്ര കൊലപാതക കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.